ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടാൻ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് CPM സെക്രട്ടേറിയറ്റിൽ ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനമുള്ളത്. ആർ അനന്തകൃഷ്ണൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എത്ര കാലത്തേക്ക്, ഒരു വർഷമാണോ നീട്ടി നൽകിയിട്ടുള്ളത്? അത് ഓർഡിനൻസ് ആയി കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ബോർഡിലെ അജികുമാറിന്റെ കാലാവധിയും നീട്ടിയിട്ടുണ്ടോ? ആ തീരുമാനം CPI ആയിരിക്കും എടുക്കുക. ആര്യ, ദേവസ്വം ബോർഡിന്റെ കാലാവധി 2 വർഷമാണ്. ആ കാലാവധി പ്രശാന്ത് നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി ഈ മാസം അവസാനിക്കും. പുതിയ മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ സ്വർണ്ണക്കൊള്ള ഒരു പ്രതിസന്ധിയായി സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ആശയക്കുഴപ്പം. PS പ്രശാന്തിനെ മാറ്റണമോ വേണ്ടയോ, അതല്ല മാറ്റാതിരുന്നാൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നോ SITയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അത് തിരിച്ചടിയാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പേരുകൾ കൂടി സർക്കാർ സജീവമായി ചർച്ച ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് PS പ്രശാന്തിനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു വർഷത്തേക്ക് PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനുള്ള കാലാവധി ദീർഘിപ്പിച്ച് നൽകാൻ ആണ് അത്തരമൊരു ധാരണയിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പാർട്ടി അങ്ങനെ ഒരു പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് ഇനി സർക്കാർ ആ തീരുമാനത്തിനൊത്ത് തന്നെ പോകും. ഇത് സംബന്ധിച്ച് ഇനി ഓർഡിനൻസ് പുറത്തിറക്കേണ്ടതുണ്ട്. കാരണം ഇത് നേരത്തെ തന്നെ സർക്കാർ നിയമനിർമ്മാണം നടത്തിയതാണ്. അപ്പോൾ അതിനനുസരിച്ച് ദീർഘിപ്പിച്ച് നൽകണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കേണ്ടി വരും. ആ ഓർഡിനൻസ് ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഒരു തീരുമാനം സാങ്കേതികമായി അത് ആ നടപടിക്രമത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ഓർഡിനൻസ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ മണ്ഡലകാലം തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ, 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകിയത് മണ്ഡലകാലം തുടങ്ങാൻ പോവുകയാണ്. അതിന് പൊതുവെ നവംബറിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കുന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിന്റെ കാലാവധി ഉണ്ടാകുന്നത്. അത് പുതിയ തീർത്ഥാടന കാലത്തിന് ചില അതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പരാതികൾ